പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഓർപ്പിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവികമായ ഇടപെടൽ മൂലമുണ്ടാകുന്ന ചില വിടുതലുകൾ. പ്രാർത്ഥനാപൂർവം ശ്രമിച്ചാൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ദുഃഖവും സങ്കടവും വേദനകളും അനുഭവിക്കാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. ചിലർ ആ സങ്കടത്തിൽ, ആ ദുഃഖത്തിൽ, ആ വേദനയിൽ ക്ഷീണിച്ചു പോകാറുണ്ട്. എന്നാൽ മറ്റു ചിലർ ആ സങ്കടങ്ങളെ, ദുഃഖങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതായി കാണാൻ കഴിയും. ബെഥാന്യ ഭവനത്തിൽ ആ ഭവനം വളരെ സന്തോഷത്തോടെ, പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു വളരെയധികം സ്നേഹിച്ചൊരു ഭവനമാണ്. യേശുവിനെയും വളരെയധികം സ്നേഹിച്ച ഒരു ഭവനമാണ്. ആ ഭവനത്തിൽ ഒരു ദിവസം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. ആ സഹോദരിമാരുടെ ഏകയാശ്രയമായിരിക്കുന്ന ലാസർ ദീനമായി കിടക്കുന്നു. നാട്ടുകാർ, വീട്ടുകാർ, സമൂഹം എല്ലാം ഒരുപക്ഷെ ആ വീട്ടിൽ വന്നു കാണും. വന്നവരും നിന്നവരും കണ്ടവരും എല്ലാം പറഞ്ഞു കാണും, ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. എന്നാ മറിയ യേശുവിന്റെ അടുക്കൽ ആളയച്ചു, നിനക്ക് പ്രിയനായവൻ ഇവിടെ ദീനമായി കിടക്കുന്നു. പക്ഷെ യേശു വന്നില്ല. വളരെ സങ്കടം നിറയപ്പെട്ട അനുഭവം, വേദനിക്കുന്ന അനുഭവം, ആരും സഹായിപ്പാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ലാസർ മരിച്ചു. ആ മരണം മാർത്തയ്ക്കും മറിയയ്ക്കും ഒരിക്കലും താങ്ങുവാൻ കഴിയാത്ത ഒരു വേദനയാണ്. നമുക്കേവർക്കും അറിയാം, മരിച്ചൊരു വ്യക്തി മടങ്ങി വരികയില്ല. അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ആ ഭവനം ഒരു തീരാ ദുഃഖത്തിൽ, സങ്കടത്തിലായിരിക്കുകയാണ്. അവരുടെ ദുഃഖം മാറ്റുവാൻ, അവരുടെ സങ്കടം മാറ്റുവാൻ, അവരുടെ വേദന ഒപ്പുവാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ യേശു 4-ാം ദിവസം ആ ഭവനത്തിൽ കാലെടുത്തു വെച്ചു. സഹോദരിമാർ കരയുവാൻ തുടങ്ങി. അവരുടെ ദുഃഖം കണ്ടിട്ട്, അവരുടെ സങ്കടം കണ്ടിട്ട് യേശു കണ്ണുനീർ വാർത്തു. വളരെ ദുഃഖപരമായ, വേദനാജനകമായ ഒരനുഭവമാണ് ആ ഭവനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ന് യേശു പറയുന്നു, അവനെ വെച്ചത് എവിടെ? അവർ കല്ലറ കാണിച്ചു കൊടുത്തു. യേശു പറയുന്നു, ആ കല്ല് ഉരുട്ടി മാറ്റ്. അപ്പോൾ യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. യേശു പറയുന്നവന്റെ കെട്ടഴിക്ക്. അവർ കെട്ടഴിച്ചു. ഇതാ, സങ്കടത്തിലായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ അനുഭവം യേശു പകർന്നു കൊടുക്കുവാനിടയായി. മാർത്തയ്ക്കോ മറിയയ്ക്കോ അവരുടെ കുടുംബത്തിലുള്ളവർക്കോ ചാർച്ചക്കാർക്കോ ബന്ധുക്കൾക്കോ ദേശനിവാസികൾക്കോ ഇങ്ങനൊരു വിടുതൽ സംഭവിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ ബെഥാന്യ ഭവനത്തിൽ വെളിപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിലെ സങ്കടം എന്റെ യേശു സന്തോഷമാക്കിയതും കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അനുഭവിക്കുന്ന എത്ര വലിയ സങ്കടമാകട്ടെ, വേദനയാകട്ടെ, ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ഭവനത്തിനകത്തളത്തിൽ വെളിപ്പെട്ടാൽ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, നിന്റെ തലമുറയിൽ വെളിപ്പെട്ടാൽ, നിശ്ചയമായ സങ്കടം സന്തോഷമായി ദൈവം മാറ്റും. അതുകൊണ്ട് ഭാരപ്പെടരുത്.
ദുഃഖിച്ചിരിക്കരുത്. ദൈവത്തിൽ ആശ്രയം വെക്ക. ദൈവപ്രവൃത്തിക്ക് ഇടം കൊടുക്ക. ദൈവീയ വിടുതൽ നിന്റെ കുടുംബത്തിനകത്ത് ചെയ്തെടുക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ സങ്കടം സന്തോഷമായി മാറാൻ പോകുകയാണ്. നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കാൻ പോകുകയാണ്. നിന്റെ രട്ടഴിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവമാണ്. ആ ദൈവകരങ്ങളിൽ ഒന്നേൽപ്പിച്ചു കൊടുക്ക. നിശ്ചയമായി ദൈവം മാനിക്കുവാനിടയായിത്തീരും. അതുപോലെ തന്നെ പീഡനം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പീഡനം കടന്നു വന്നാൽ, പീഡ ഏൽക്കേണ്ടി വന്നാൽ ഒരു വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പീഡനത്തിൽ തളർന്നു പോകും, ശാരീരികവും മാനസികമായി ക്ഷീണിച്ചു പോകും. എന്നാൽ പീഡനത്തിന്റെ നടുവിലും സന്തോഷം പകരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസും സീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ഒരു അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ചെയ്തതിന്റെ ഫലമായി, വെളിച്ചപ്പാടുത്തി വ്യാപരിച്ച ആ ദുരാത്മാവിനെ ശാസിച്ചതിന്റെ ഫലമായി കാരാഗൃഹത്തിൽ അവർ അടയ്ക്കപ്പെടുവാനിടയായി. വളരെ പീഡനം അവർ സഹിച്ചു. അവരെ അകത്തെ തടവിലാക്കി. ആ പീഡനത്തിന്റെ നടുവിൽ കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് ഒരു പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുവാനിടയായി. എല്ലാവരും ക്ഷീണം കൊണ്ട് ഉറങ്ങുന്ന സമയം ഇതാ പീഡനത്തിൽ കിടക്കുന്നവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവർ ബന്ധനങ്ങൾ അഴിയപ്പെടുവാനിടയായി. എന്ത് ശുശ്രൂഷ ചെയ്യരുതെന്ന് പറഞ്ഞു, ആ ശുശ്രൂഷ ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്തെടുക്കുവാൻ പൗലോസിനും സീലാസിനും കഴിഞ്ഞു. കാരാഗൃഹ പ്രമാണി കുടുംബവും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിപ്പാൻ മുഖാന്തരമായ ദൈവം അതിനെ ഒരുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, പീഡനത്തിലും സന്തോഷമുണ്ട്. പീഡനം നിന്നെ തകർക്കുവാനല്ല, പീഡനത്തിന് നടുവിൽ ഒരു സന്തോഷം പകരുന്ന, വിടുതൽ പകരുന്ന ചില അനുഭവങ്ങൾ ദൈവം ചെയ്തെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയാണോ, ഭാരപ്പെടരുത്. സന്തോഷിക്കുന്ന, സന്തോഷം പകരുന്ന ചില ഇടപെടലുകൾ ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുക. അതുപോലെ തന്നെ ബലഹീനതയിൽ ശക്തി പകരുന്ന ഒരു ദൈവം. ബലഹീനത ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുകയില്ല, അവനെ പുറകോട്ട് നയിക്കും. ഒരു കാര്യം ചെയ്തെടുക്കുവാൻ അവനെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ ഒരു വ്യക്തിയിൽ വ്യാപരിക്കപ്പെട്ടാൽ ആ ബലഹീനത ഒരു ശക്തി വ്യാപരിക്കുക തന്നെ ചെയ്യും. പൗലോസിന്റെ ജീവിതത്തിൽ ചില ബലഹീനതകൾ ഉണ്ടായിരുന്നു. ആ ബലഹീനത മാറിക്കിട്ടുവാൻ 3 വട്ടം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ എന്റെ ദൈവം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ ബലഹീനതയിൽ ശക്തി പകരുന്ന ഒരു കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും നിങ്ങൾ ബലഹീനരായിരിക്കുന്നെങ്കിൽ ആർക്കും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിയത്തില്ല, ആർക്കും നിങ്ങളെ ധൈര്യപ്പെടുത്താൻ കഴിയത്തില്ല. എന്ന ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ ആ ബലഹീനതയിൽ ഒരു ശക്തി പകർന്ന് നിന്നെ മുന്നോട്ട് നയിക്കുവാൻ ഈ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ബലഹീനതപ്പെട്ടിരിക്കരുത്, തളർന്നിരിക്കരുത്,
ക്ഷീണിച്ചിരിക്കരുത്, എഴുന്നേൽക്കുക, ബലപ്പെടുക. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകരും. നിന്നെ മുന്നോട്ട് യേശു കൊണ്ടുപോകും. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവൻ നിന്നെ നയിക്കും. ആ ദൈവീയ വിടുതൽ അനുഭവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അധ്വാനത്തിൽ വിജയമുണ്ട്. ഒരു വ്യക്തി അധ്വാനിക്കുന്നെങ്കിൽ കൈയും കെട്ടി ഇരുന്നാൽ, കൈയും കെട്ടി കിടന്ന് ഉറങ്ങിയാൽ ജീവിതം പരാജയമായി മാറും. എന്നാൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയമുണ്ട്. അതുകൊണ്ട് ഉറങ്ങാനുള്ള സമയമല്ല, കൈയും കെട്ടി കിടന്നുറങ്ങാനുള്ള അനുഭവമല്ല. എഴുന്നേൽക്കണം, അധ്വാനിക്കണം, പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്താൽ ഒരു വിജയമുണ്ട്. പരാജയമല്ല, വിജയമാണ്. ശിഷ്യന്മാർ മീൻപിടുത്തത്തിന് പോയി. അവരധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അവർ അധ്വാനവും വെറുതെയായി പോയി. എന്ന ദൈവത്തിന്റെ ഇടപെടൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ അവർ അധ്വാനത്തിന് വിജയമുണ്ടാകുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തെ കൂടാതെയുള്ള അധ്വാനം വെറുതെയാണ്. അത് ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവരധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്ന ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ അവരുടെ വല നിറയുമാറ് ദൈവം അവരെ മാനിപ്പാനിടയായി. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടൽ അനുസരിച്ച് അധ്വാനിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായൊരു വിജയമുണ്ട്. അതുകൊണ്ട് അധ്വാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ നാം തയ്യാറാകുക. നമുക്ക് പരാജയമല്ല, നമുക്ക് ജയം തരുന്ന ദൈവമാണ്. അതുമാത്രമല്ല, പ്രലോഭനത്തിൽ നമുക്ക് വിജയമുണ്ട്. പ്രലോഭനത്തിൽ ഇന്നും അനേക ആൾക്കാരെ പ്രലോഭനത്തിൽ വീഴ്ത്തിക്കൊണ്ട് ശത്രുവും പ്രലോഭനത്തിൽ വീഴ്ത്താറുണ്ട്. അനേക വ്യക്തികൾ നമ്മളെ പ്രലോഭനത്തിൽ വീഴ്ത്താറുണ്ട്. അനേകർ പ്രലോഭനത്തിൽ വീണ് അവരുടെ സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം എല്ലാം സംഭവിച്ചത് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ പ്രലോഭനത്തിന്റെ നടുവിലും വിജയം കൈവരിക്കണമെങ്കിൽ ദൈവീയ ഇടപെടൽ ഉണ്ടായിരിക്കണം. യോസഫിന്റെ ജീവിതത്തിൽ മിസ്രൈമിലായിരിക്കുമ്പോൾ പൊത്തിഫേറിന്റെ ഭാര്യ ഒരു സുപ്രഭാതത്തിൽ യോസഫിന്റെ അങ്കിമേൽ കടന്നു പിടിച്ചു. യോസഫിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ അങ്കി വിട്ടോടി വിശുദ്ധിയോടെ, വേർപാടോടെ, ജഡികമായ ഇംഗിതത്തിന് വഴങ്ങാതെ മാറി നിൽക്കുന്ന ഒരു യോസഫിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടുവെങ്കിലും ഒരു സിംഹാസനം യോസഫിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രലോഭനത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ അവിടെ ദൈവീയമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം. യോസഫിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ യോസഫിന് കഴിഞ്ഞു. അവന്റെ ജീവിതത്തിലെ പ്രലോഭനം അവനെ തളർത്തിയില്ല, അവനെ ക്ഷീണിപ്പിച്ചില്ല. അവന്റെ ജീവിതത്തിൽ വിജയം, ആ പ്രലോഭനം മൂലം ഒരു വിജയം കൊടുക്കുവാനിടയായി തീർന്നു. അതുമാത്രമല്ല,
പരീക്ഷയിൽ സഹിഷ്ണുത തരുന്നൊരു ദൈവം. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ നമ്മളെ ക്ഷീണിപ്പിക്കുകയും തളർത്തുകയും ചെയ്യും. എന്നാൽ പരീക്ഷയുടെ നടുവിലും സഹിഷ്ണുതയോടെ നിൽക്കണമെങ്കിൽ ഒരു ദൈവീയ ഇടപെടൽ ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ ജീവിതത്തിൽ തിളച്ച എണ്ണ, പത്മോസിന്റെ ദ്വീപ്, ഒത്തിരി പരീക്ഷകൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്ന സമയങ്ങളിലെല്ലാം ആ ദൈവീയ ഇടപെടൽ നിമിത്തം സഹിഷ്ണുതയോടെ യോഹന്നാൻ പിടിച്ചു നിൽക്കുവാനിടയായി. അത് നിമിത്തം ദൈവീയ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ പ്രാപിച്ച് അനേകർക്കത് ആശ്വാസകരമായ നിലയിൽ തീരുവാൻ തക്കവണ്ണം യോഹന്നാനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ പരീക്ഷയിൽ ഒരു സഹിഷ്ണുത തരുന്ന ഒരു ദൈവം. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ സങ്കടം സന്തോഷമായി മാറും. പീഡനത്തിൽ സന്തോഷം വെളിപ്പെടും. ബലഹീനതയിൽ ശക്തി പകരും. അധ്വാനത്തിൽ വിജയം ദൈവം തരും. പ്രലോഭനത്തിൽ വിജയം നമുക്ക് തരും. പരീക്ഷയിൽ സഹിഷ്ണുത തന്ന് ദൈവം നമ്മിൽ മാനിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഈ കാലയളവിൽ നമുക്ക് ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമാണ്. ദൈവീയമായ ഇടപെടൽ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായി നാം ദേശത്ത്, കുടുംബക്കാരുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ, സമൂഹത്തിന്റെ നടുവിൽ മാനിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീരും. അതുകൊണ്ട് ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ആ ദൈവീയ ഇടപെടൽ എന്റെ ജീവിതത്തിലും വെളിപ്പെട്ടു വരണമെന്ന് പ്രാർത്ഥിക്കുക. നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് വിജയമുണ്ടാകും. നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.